Hey there, this is Archana and you are watching Speak E. ഇന്നത്തെ ക്ലാസ്സിൽ മച്ച് ആൻഡ് മെനി എന്ന ആഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മച്ച് എന്നത് ഒരു ആഡ്ജക്റ്റീവ് മാത്രമല്ല, അതൊരു ആഡ്വർബും കൂടിയാണ്. നൗണിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നു. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് എന്താണെന്ന് അറിയാത്തവർ ആദ്യം ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നിന്നോ സെലക്ട് ചെയ്ത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യൂസ് ഓഫ് മെനി ആൻഡ് മച്ച്. സോ ഇതിൻ്റെ ഫസ്റ്റ് റൂളിലേക്ക് പോകാം. മെനി ഈസ് യൂസ് ഫോർ കൗണ്ടബിൾ നൗൺസ് ആൻഡ് മച്ച് ഈസ് യൂസ് ഫോർ അൺകൗണ്ടബിൾ നൗൺസ്. അതായത് മെനി എന്ന ആഡ്ജക്റ്റീവ് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. മെനി പീപ്പിൾ ആർ ദെയർ എന്നാണ് പറയുന്നത്. പീപ്പിൾ ഒരു കൗണ്ടബിൾ നൗൺ ആണ്. സോ മെനി എന്ന ആഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹൗ മെനി ടൈം വിൽ യു ടേക്ക് എന്നാരും പറയില്ല. ടൈം അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ മച്ച് എന്ന ആഡ്ജക്റ്റീവ് ആണ് ഇവിടെ വരുന്നത്. ഹൗ മച്ച് ടൈം വിൽ യു ടേക്ക്. So many is used for countable nouns and much is used for uncountable nouns. Countable nouns എന്താണ്? എണ്ണാൻ സാധിക്കുന്ന nouns. And uncountable nouns ഓ എണ്ണാൻ സാധിക്കാത്ത nouns അല്ലേ? പെൻ, പെൻസിൽ, ബുക്സ്, ഫാൻ, ടേബിൾ, ചെയർ, പീപ്പിൾ ഇവയെല്ലാം തന്നെ കൗണ്ടബിൾ nouns ആണ്. എന്നാൽ ഗോൾഡ്, സിൽവർ, വാട്ടർ, മിൽക്ക്, ഇൻഫോർമേഷൻ, അഡ്വൈസ്, അബ്യൂസ്, ന്യൂസ്, ഫർണിച്ചർ, ബാഗേജ്, ലഗേജ്, എവിഡൻസ്, ജ്വല്ലറി, വർക്ക്, സാലറി തുടങ്ങിയവയെല്ലാം അൺകൗണ്ടബിൾ നൗൺസിന് ഉദാഹരണങ്ങളാണ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡാഷ് പീപ്പിൾ വെയർ വില്ലിംഗ് ടു ടോക്ക് ടു യു. പീപ്പിൾ കൗണ്ടബിൾ നൗൺ ആണ്. സോ മെനി ആണോ മച്ചാണോ ചേർക്കേണ്ടത്? മെനി അല്ലേ? മെനി പീപ്പിൾ ആർ വില്ലിംഗ് ടു ടോക്ക് ടു യു. സെക്കൻഡ് വൺ, ഹൗ ഡാഷ് ടൈം വിൽ യു ടേക്ക്. നമുക്ക് ഡേയ്സ് എണ്ണാൻ കഴിയും, മന്ത്സ് എണ്ണാൻ കഴിയും, വർഷങ്ങൾ എണ്ണാൻ കഴിയും. എന്നാൽ ടൈം അൺകൗണ്ടബിൾ നൗൺ ആണ്, എണ്ണാൻ സാധിക്കില്ല. സോ ഇവിടെ എന്താണ് വരേണ്ടത്? ഹൗ മച്ച് ടൈം വിൽ യു ടേക്ക്. തേർഡ് വൺ, I have dash work to do. വർക്ക് അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ ഐ ഹാവ് മെനി വർക്ക് ടു ഡു എന്ന് പറയില്ല. ഐ ഹാവ് മച്ച് വർക്ക് ടു ഡു എന്നാണ് പറയുന്നത്. സോ ആൻസർ ഈസ് ഐ ഹാവ് മച്ച് വർക്ക് ടു ഡു. ഫോർത്ത് വൺ, ഡാഷ് അഫെക്ഷൻ മേ ബി ഡേഞ്ചറസ്. അഫെക്ഷൻ എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ മച്ച് എന്ന് യൂസ് ചെയ്യണം. മച്ച് അഫെക്ഷൻ മേ ബി ഡേഞ്ചറസ്. ഫിഫ്ത്ത് വൺ, ഡാഷ് ഗ്രെയിൻ ഈസ് ഇൻ സ്റ്റോറേജ്. ഗ്രെയിൻ ധാന്യം എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ മച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. മച്ച് ഗ്രെയിൻ ഈസ് ഇൻ സ്റ്റോറേജ്. ഈ ഒരു ഉദാഹരണം നോക്കിക്കേ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഈ സെൻറ്റൻസിൽ നൗൺ ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത്? ഇവിടെ എന്തുകൊണ്ട് മെനി യൂസ് ചെയ്യുന്നില്ല? ഇവിടെ മച്ച് എന്നത് ആഡ്വർബാണ്. സോ നൗണിനെ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മച്ച് എന്നത് ആഡ്വർബാണ്. ഇവിടെ നൗണൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ മച്ച് എന്നത് ഒരു ആഡ്വർബും കൂടിയാണെന്ന് മനസ്സിലാക്കി നൽകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മെനി എന്ന ആഡ്ജക്റ്റീവും അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മച്ച് എന്ന ആഡ്ജക്റ്റീവുമാണ് ഉപയോഗിക്കുന്നത്. സോ മച്ച് ആൻഡ് മെനി എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ദ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.